ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ജയ് ശ്രീറാം കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ജനുവരി 21 ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, എൻ്റെ ഈ വീഡിയോയിൽ ഒരു പാർട്ടിപരമോ മറ്റ് മതപരമായിട്ടുള്ള ഒന്നും തന്നെയില്ല. ഇത് ഒരു കൂട്ടായ്മയുടെ ഒരു വീഡിയോ ആണ്. ഞങ്ങൾ താമസിക്കുന്ന ബോംബെയിലെ ലോണാവാല എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കൂട്ടായ്മയുടെ ഒരു വീഡിയോ മാത്രമാണ്. നാളെ അയോധ്യയിൽ ശ്രീരാമൻ്റെ അമ്പലത്തിൽ ശ്രീരാമ പ്രതിഷ്ഠ നടക്കുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ലോണാവാലയിലുള്ള എല്ലാ ആൾക്കാരും, അതായത് ജാതി പരമന്യേ, പാർട്ടിയില്ല, ജാതിയില്ല, ഒന്നുമില്ലാതെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ആഘോഷിച്ച ഒരു ആഘോഷത്തിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ. അതുകൊണ്ട് ആരും ഇതിനെ ഒരു മതപരമായിട്ടോ പാർട്ടിപരമായിട്ടോ എടുക്കരുതേ എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഞങ്ങൾ ലോണാവാലയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഹിന്ദുക്കളും എല്ലാവരും, അതായത് ഞങ്ങളുടെ ഇവിടെ പല നാട്ടുകാരും ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള പല സംസ്ഥാനത്തിലുള്ള ആൾക്കാരും താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഉള്ള ഒരു ഘോഷയാത്രയുടെ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ പല നാട്ടിലുള്ളവരാകുമ്പോൾ അവരുടെ എല്ലാം കൾച്ചർ വേറെ വേറെയാണ്, അവരുടെ ഡ്രസ്സിങ് വേറെ വേറെയാണ്, അവരുടെ ഭാഷ വേറെയാണ്. അപ്പോൾ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ട്രഡീഷണൽ ഡ്രസ്സിലാണ് ഇന്നത്തെ ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തത്. ഞങ്ങൾ മലയാളികൾ നമ്മുടെ കേരളത്തിൻ്റെ വേഷമായിട്ടുള്ള സെറ്റ് സാരിയും സെറ്റും മുണ്ടും ചെണ്ടമേളവും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പങ്കെടുത്തത്. അതായത് ഗുജറാത്തികൾ ഇത് ചെയ്ത് നോക്കൂ, ഇതെല്ലാം നമ്മൾ മലയാളികളാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള പുരുഷന്മാർ മുണ്ടും ഷർട്ടും ഇട്ടിട്ടൊക്കെയാണ് വന്നത്. അവരാണ് ഇവർ. അത് നമ്മുടെ കൂടെ തന്നെ മലയാളികളും ഉണ്ട്, പിന്നെ കർണാടകയിലുള്ള ആൾക്കാരും ഉണ്ട്. ഞങ്ങളുടെ ഇതിനകത്ത് ചെണ്ടമേളവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെയൊക്കെ ആയിട്ട് നമ്മുടെ ഒരു രാമൻ്റെ അമ്പലമുണ്ട്, ശ്രീരാമക്ഷേത്രമുണ്ട്. ആ ഒരു സ്ഥലത്തെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് ഘോഷയായി പോകുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. ഇത് നോക്കൂ, നമ്മളാണ് ഏറ്റവും മുന്നിൽ പോകുന്നത് നമ്മുടെ ചെണ്ടമേളമൊക്കെ കൊട്ടിക്കൊണ്ട്. മഹാരാഷ്ട്രയിൽ നമുക്കൊരു ഘോഷയാത്രയിൽ ഏറ്റവും മുന്നിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഘോഷയാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് ജയറാം ശ്രീറാം ജയ ജയറാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഘോഷയാത്രയുടെ വീഡിയോ ഇവിടെ തുടർന്ന് കാണാം. ഇത് അയോധ്യയിലെ ശ്രീരാമൻ അമ്പലത്തിൻ്റെ ചെറിയൊരു മിനിയേച്ചറാണ്. ഇതിൻ്റെ പുറകെ തന്നെ DJ ഉണ്ട്, പിന്നെ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും സീതയുടെയൊക്കെ വേഷം കിട്ടിയ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അതെല്ലാം പോട്ടെ, അവരവരുടെ നാട്ടിലെ, അതായത് അവരവരുടെ സംസ്ഥാനങ്ങളിലെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് വരുന്നത് തന്നെ കാണാനായിട്ടൊരു ഭംഗിയാണ്. ഒരു ഗ്രൂപ്പ് ആൾക്കാർ അവരുടെ നാട്ടിലുള്ള അവരുടെ പ്രധാനപ്പെട്ട ഡാൻസ് എന്താണോ അതും കളിക്കുന്നുണ്ട്. ഇതെല്ലാം പോട്ടെ, ഒന്നും സഹിക്കാൻ പറ്റാത്ത ഈ അവിടെ ഇവിടെയുള്ള പടക്കം പൊട്ടിക്കുകയാണ്. നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോഴായിരിക്കും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് പടക്കം വെച്ചിട്ട് പൊട്ടിക്കുന്നത്, നമ്മൾ അറിയത്ത് പോലുമില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൈക്ക് ഞാൻ ഇന്നലത്തെ 2-3 ദിവസം കൊണ്ട് ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൈ കുറച്ച് ചൂടുവെള്ളം വീണ് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തിരക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞൊഴിഞ്ഞ് ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ പോവാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിനകത്ത് പോയത്. ഞാനിങ്ങനെ സാരി കൊണ്ട് എൻ്റെ കൈയൊക്കെ കവർ ചെയ്ത് പിടിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം തിരക്കിനുള്ളിലേക്ക് പോകത്തില്ല. തിരക്ക് കുറഞ്ഞ സ്ഥലം നോക്കി ഞാൻ മാറി മാറി നിൽക്കും. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാം പുറകിലുണ്ട്. ഞാനിങ്ങനെ മുന്നേ വന്നു. ഞങ്ങളുടെ
ഞങ്ങളുടെ ഇവിടെ 50 വർഷത്തിന് ഒരിക്കലുള്ള ഇതാണ്. ജനസമുദ്രമാണ്, ജനസമുദ്രം. ഓരോരോ അവരവരുടെ കാറ്റഗറിയിലുള്ളവർ ഓരോരോ ഡ്രസ്സൊക്കെ ചെയ്താൽ വന്നത്. ഞാൻ നല്ല വലിയൊരു രംഗോലി കാണിച്ചു തരാം. ഇത് മാർക്കറ്റാണ്, ഇത് മാർക്കറ്റ് ചൗക്ക് മുനിസിപ്പാലിറ്റിയാണ്. ഇപ്പോഴത്തെ രംഗോലി കാണിച്ചു തരാം. ഇതവിടുത്തെ രംഗോലി. ആൾക്കാരെല്ലാം ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വയ്ക്കുന്നു. ഇതാണ് മാർക്കറ്റിൻ്റെ ഓവറോൾ. അവിടെ നേ ആൾക്കാർ വരുവാണ്, ജനസമുദ്രമാണ്.
सर्वांनी आपल्या मोबाईलचा टॉर्च चालू करा, टॉर्च मोबाईलचे. लांब बोलायला मंदिराला पेटून देतो नका. പറഞ്ഞ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും സീതയുടെയൊക്കെ വേഷം കിട്ടിയ ആൾക്കാരിങ്ങനെ ചെയ്യുന്നത്. ജനസമുദ്രം എന്ന് പറഞ്ഞാലും കുറേ ജനസമുദ്രം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരെ കണ്ടിട്ടുള്ളത്. ഞാനതിൻ്റെ എല്ലാ ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ച് ആൾക്കാരൊക്കെ പോകുന്നതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഞങ്ങളുടെ അടുത്തൊക്കെ ഉള്ളവരൊക്കെ പറയുമായിരുന്നു, അതായത് ഇവിടെ ജനിച്ച് വളർന്നിട്ടുള്ള ആൾക്കാർ, പ്രായമുള്ളതായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുമായിരുന്നു, ഇങ്ങനെ ഒരു ജനസമുദ്രം, അതായത് ഇത്രയും അധികം ആൾക്കാർ റോഡിലൂടെ ഇങ്ങനെ ഒത്തൊരുമിച്ച് പോകുന്നത് ഏകദേശം ഒരു 50 വർഷത്തിന് മുന്നേ കണ്ട ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 50 വർഷത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും ജനങ്ങൾ, അതായത് ഈ ഒത്തൊരുമയോടുകൂടി ആൾക്കാരെല്ലാം ഇങ്ങനെ
ഒരുമിച്ച് ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ ഘോഷയാത്രയായിട്ട് പോകുന്നതാണ്. കാണാൻ തന്നെ വലിയൊരു ഭംഗിയായിരുന്നു. ഒരുപാട് ആൾക്കാർ പോയായിരുന്നു. ഇനിയിപ്പം നാളെ ഉണ്ട് ഇതേ കണക്ക് റാലിയുണ്ട്. ഇതിന് റാലി എന്നാൽ ഇങ്ങനെ നമ്മൾ ഘോഷയാത്രയെന്ന് പറയും, നമ്മളും റാലി എന്ന് പറയുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ റാലി എന്ന് പറയും. നാളെയുണ്ട് ഇതിൻ്റെ തന്നെ റാലി. അപ്പം ഞങ്ങളെന്തായാലും നാളെ വരാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയത്തില്ല. നാളെ പകലാണ്, ഇപ്പോൾ രാത്രിയിലാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ പങ്കെടുത്തു. ഞങ്ങളും ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റി. അതിൽ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ, അതായത് ഞങ്ങളുടെ കേരളത്തിലെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ ആൾക്കാരും എല്ലാവരും കൂടെ കൂടിയിട്ട് ഇതിവരുടെ കൂട്ടത്തിൽ കൂടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഇത് DJ നടക്കുവാണ്, അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്തേക്കുന്നത്. അടിപൊളി DJയും പാട്ടും ഒക്കെയാണ്. ഇങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനും ഒരു കാവി കളറാണ് മൊത്തത്തിൽ കാണുന്നത് അല്ലേ. ഞങ്ങളിവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇത് നമ്മൾ റോഡിലൂടെ നടന്നു പോവാണ്. ഈ തറയിൽ കിടക്കുന്ന ഇത് നോക്കൂ, ഇങ്ങനെ പൊട്ടിക്കുന്നതിന് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും റോഡിൽ നോക്ക്, ഞങ്ങളിങ്ങനെ തട്ടി പോവുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും തറയിൽ ഇത് കിടക്കുമ്പോൾ ആലോചിച്ച് നോക്കണം, എന്തുമാത്രം തിരക്കും എന്തുമാത്രം വലിയ ആഘോഷമായിരുന്നു ഇവിടെ നിന്ന്. ഇത് മെയിൻ ചൗക്കാണ്, മുനിസിപ്പാലിറ്റിയുടെ മുന്നിലത്തെ കാഴ്ചയാണിത്. ഇതാ ഞങ്ങളുടെ പച്ചക്കറി മാർക്കറ്റ് ബാക്കി കാണുന്നത്. ധനുഷ്, എങ്ങനെ ഉണ്ടായിരുന്നു? പ്രോഗ്രാം? അടിപൊളി. ജനസമുദ്രം. मतलब 25 ഇയേഴ്സ് ഒക്കെ ആയി എനിക്ക് ഇവിടെ. 25 വർഷത്തിനുള്ളിൽ ഞാൻ ഇങ്ങനത്തെ പ്രോഗ്രാം കണ്ടിട്ടില്ല. ജനസമുദ്രമായിരുന്നു കിലോമീറ്ററോളം. ഇവിടെ എല്ലാം വെള്ളവും ബാക്കിയുള്ള ഓരോന്ന് ഡിസ്ട്രിബ്യൂഷൻ. വെള്ളം, ലഡു, പഴം, കൊള്ളി, ഇതെല്ലാം ഡിസ്ട്രിബ്യൂഷൻസ് ആയിരുന്നു. വെള്ളം, പഴം. പഴം അവിടെ അല്ലായിരുന്നു, ചൗക്കിലല്ലായിരുന്നു, വെള്ളമായിരുന്നു. അടിപൊളി. എല്ലാ കമ്മ്യൂണിറ്റി, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ്. നമ്മുടെ ആയിരുന്നു ഏറ്റവും മുന്നിൽ ചെണ്ടമേളമൊക്കെ ആയിട്ട്. ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് പ്രോഗ്രാം കഴിഞ്ഞില്ല, പകുതി വഴി കഴിഞ്ഞിട്ട് തിരിച്ചു പോവുക, അല്ലാതെ പറ്റത്തില്ല. അവിടെ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് ഒത്തിരി ഇരുട്ടുമെന്ന് പറയുന്നുണ്ട്. അവിടെ ഇത്രയൊന്നും അല്ല, ഇവിടെ ജനസമുദ്രമായി. അപ്പോൾ അവിടെ ഇതിലും ജനങ്ങളായിരിക്കും, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു പോവുക. അപ്പോൾ ഞങ്ങളുടെ ലോണാവളത്തെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ എല്ലാം കേൾക്കുന്നുണ്ടോ? അപ്പോൾ ലോണാവളത്തെ ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കൈ കണ്ടോ ഇങ്ങനെ വെച്ചേക്കുക. എന്നാലും പ്രോഗ്രാമിന് പങ്കെടുക്കണ്ടേ, അതുകൊണ്ട് പങ്കെടുത്തതാണ്. ഞാൻ നേരത്തെ വീഡിയോ എൻഡ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് ചർച്ചിൽ പ്രോഗ്രാമാണ്. അപ്പോൾ അതിനും കൂടെ കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചർച്ചിലെ പ്രോഗ്രാമിനായിട്ട് പോവുക.
ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്. ഇവിടെയും നമ്മൾ മതമൊന്നുമില്ല, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും പോയി പ്രാർത്ഥിക്കും, എല്ലാവരും പോയി പൂജയൊക്കെ ചെയ്യും. പിന്നെ അവിടെ തന്നെ ഒരു സ്കൂളും ഉണ്ട്. ആ സ്കൂളിൽ എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികളും പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും പോയി ഈ ചർച്ചിൽ ഇതിൻ്റെ ഒരു ഭാഗമാവാനായിട്ട് അവരുടെ പെരുന്നാൾ നടക്കുമായിരുന്നു. പെരുന്നാളിൻ്റെ ലാസ്റ്റ് ദിവസമാണിന്ന്. അപ്പം അതിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങളും പോയായിരുന്നു. അതാ ഞാൻ പറയാം, ഞങ്ങളിവിടെ ലോണാവാലയിലുള്ള കുറച്ച് മലയാളികൾ, ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും എല്ലാവരും ഒത്തൊരുമയോട് കൂടിയാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളങ്ങനെ മതമൊന്നും നോക്കത്തില്ല. എല്ലാവർക്കുള്ള ഹെൽപ്പിനായാലും അതേ കണക്ക് തന്നെ എല്ലാവർക്കും നമ്മുടെ അമ്പലത്തിലും വരും ഇതിൽപ്പെട്ട ആൾക്കാരെല്ലാവരും. ക്രിസ്ത്യാനികളെല്ലാം ഞങ്ങളുടെ അമ്പലത്തിലും വന്ന് പൂജയും വഴിപാടും കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഞാനും അതിനകത്തൊരു ഇങ്ങനെ മെഴുകുതിരിയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അഴകത്തേക്ക്. ഞങ്ങൾ ചർച്ച് കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങി. ചർച്ചിൽ അവിടെ ഘോഷയാത്ര നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ പ്രാർത്ഥിച്ചു. പിന്നെ കുറച്ച് അവരുടെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പങ്കെടുത്തു. അതിലൊക്കെ കഴിഞ്ഞിട്ട് നാളെ 22-ാം തീയതി ശ്രീരാമ പ്രതിഷ്ഠയായിട്ട് അയോധ്യയിലെ ശ്രീരാമ അമ്പലത്തിൽ പ്രതിഷ്ഠയല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സൊസൈറ്റിയിലും പ്രോഗ്രാമുണ്ട്. അപ്പോൾ എല്ലാവരും സൊസൈറ്റിയിൽ അതായത് അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമിലാണ്. അപ്പം ഞങ്ങളെ വിളിക്കുന്നുണ്ട്, വരൂ, നിങ്ങളെ കണ്ടില്ല, മീറ്റിംഗ് ആണ്, എല്ലാവരും വരൂ, എല്ലാവരും നിങ്ങളെ തിരക്കുന്നുണ്ട്, പെട്ടെന്ന് വരൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചർച്ചിൽ നിന്ന് ഇറങ്ങി. ചർച്ചിൽ എല്ലാവരും ചർച്ചിൽ ഭക്ഷണമുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ നിന്നില്ല, ഞങ്ങൾ പെട്ടെന്ന് പോരുന്നു. അപ്പോൾ നമുക്കിനി ഇവിടെ വെച്ച് ഇനി വീഡിയോ അവസാനിപ്പിക്കാം. നേരത്തെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിച്ചില്ല. എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അവരങ്ങ് മുന്നിൽ പോയി, അച്ഛനും മോനും കൂടെ. ഞാനിങ്ങനെ പുറകെ നടക്കുക.